കെ.എസ്.ആർ.ടി.സിയുടെ ഡിപ്പോ നിർമ്മാണങ്ങൾ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ ദുരിതങ്ങളാകുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പണിതിട്ടുള്ള എല്ലാ ഡിപ്പോയുടെയും അകത്തളങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവസാനം കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത, ദീർഘകാലം പണിയാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു ഡിപ്പോയാണ് കോട്ടയം. കോട്ടയം ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശോചനീയാവസ്ഥയിൽ കടന്നിരുന്ന ഒരു ഡിപ്പോ പുതുക്കി പണിയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ഫണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയം ഡിപ്പോ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും അത് വളരെയേറെ ആഘോഷമായി ഉദ്ഘാടിക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോട് ഡിപ്പോയാണെങ്കിൽ കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് സൗധം ആർക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ പണിതുയർത്തുകയും കോടാനകോടി രൂപ ചെലവാക്കുകയും നിലവിൽ ഇപ്പോൾ രണ്ട് തൂണുകൾക്കിടയിൽ വാഹനം കയറ്റി നിർത്തുക, യാത്രക്കാരുടെയോ വാഹനത്തിന്റെയോ ജീവനക്കാരുടെയോ സുരക്ഷിതത്വത്തിന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് KTDCയുടെ സഹായത്തോടുകൂടി KTDFCയുടെ സഹായത്തോടുകൂടി BOT ആയിട്ട് നിർമ്മിച്ച അങ്കമാലി ഡിപ്പോയിൽ വാഹനം കയറുവാനും ഇറങ്ങുവാനും വാഹനം അതിനകത്തുള്ളിൽ തിരിയുവാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളും യാത്രക്കാർക്ക് നിൽക്കുവാനോ ഇത് ഏത് സ്ഥലത്തേക്ക് പോകുന്ന വാഹനമാണെന്നോ ഇത് എവിടെ നിർത്തുമെന്നോ അറിയത്തില്ലാതെ യാത്രക്കാർ നാലുപാടും ഓടേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ സംജാതമാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ, അത് പണിത് വെച്ചിരിക്കുന്ന ആ പുറമേയുള്ള സൗന്ദര്യമല്ലാതെ യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ളതോ അതിന് പുറകിലുള്ള ഗ്യാരേജ് ഏറ്റവും പ്രാകൃതമായ രീതിയിൽ കിടക്കുന്ന ഒരു സംവിധാനത്തിൽ തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പുറമോടി കാണിക്കുവാൻ വേണ്ടി പണിതുയർത്തിയിട്ടുള്ള സൗധങ്ങളായി KSRTC ഡിപ്പോകൾ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കോട്ടയം ഡിപ്പോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയം ഡിപ്പോയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. കോട്ടയം KSRTC ഡിപ്പോ ഗ്യാരേജിൽ വെള്ളം കയറി പ്രവർത്തനം നിലച്ചു. വെള്ളത്തിൽ തെന്നി വീണ് പരിക്കേറ്റ ജീവനക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടയർ സെക്ഷനിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരനാണ് തെന്നി വീണത്. ഇലക്ട്രിക് റൂം, സ്റ്റോർ റൂം തുടങ്ങിയവ പൂർണ്ണമായും വെള്ളം കയറി. വെൽഡിംഗ് സെറ്റ് വെള്ളത്തിലായി. റാമ്പിൽ വെള്ളം നിറഞ്ഞ് ജീവനക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. സ്റ്റാൻഡിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ വെള്ളവും ശൗചാലയത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന മലിനജലവും ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത്. ജീവനക്കാർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. മണ്ണെടുത്ത് കുഴിച്ചെടുത്താണ് ഈ ഗ്യാരേജ് പണിതിട്ടുള്ളത്. അങ്ങനെ സ്റ്റാൻഡിൽ നിന്നുള്ള മാലിന്യവും ഉൾപ്പെടെയുള്ള ഒഴുക്ക് ഇവിടെ എത്തിച്ചേരുന്നു വെള്ളം. അങ്ങനെ ജീവനക്കാർ ഒട്ടനവധി തവണ പരാതി അറിയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ കോട്ടയം ഇതിപ്പോ ഒരു ഡിപ്പോയിലെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ ഈ തെന്നി വീണ് പരിക്കേറ്റ ജീവനക്കാരന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് KSRTC അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിപ്പോ മരിച്ചാൽ മാത്രം 1 കോടി രൂപ കൊടുക്കുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപകടത്തിൽ പറ്റിയാൽ കൊടുക്കുക എന്നുള്ളത് കള്ളത്തരമാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റാൽ ഈ പറയുന്ന സാമ്പത്തിക സഹായം നൽകുന്നുള്ളത് വ്യാജമാണെന്നുള്ള വിവരം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഗ്യാരേജ് നിർമ്മാണം ഏത് രീതിയിലാണ് ഇപ്പൊ എറണാകുളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എറണാകുളത്തെയൊക്കെ സംബന്ധിച്ച് അത് പഴയ ഡിപ്പോയായിരുന്നു. അവിടെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന സംവിധാനമാണ്. എറണാകുളത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രശ്നമാണ്, ഇതെല്ലാം പറയാം. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഡിപ്പോ. ആ ഡിപ്പോയിലെ വെള്ളമൊഴുകി ഫലപ്രദമായി ഒഴുകി പോകുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുവാനുള്ള സാഹചര്യം ഇരിക്കെ ഏത് എഞ്ചിനീയറാണ് ഈ ഡിപ്പോ ഈ രീതിയിൽ പണിതുയർത്തിയത്? 2 മേലാളന്മാരായിട്ടുള്ള ആഫീസർമാരുടെ ശീതീകരിച്ച മുറികൾ മാത്രം മനോഹരമാക്കി നിർത്തുകയും പിന്നാമ്പുറത്ത് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ഒട്ടനവധി പേരാണ്. കൈയും കാലും ഒടിഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ ജീവനക്കാരുടെ കണക്കുകളൊന്നും ഇവിടെ KSRTC ഇതിലില്ല. ആകപ്പാട് ഒരുത്തൻ ആശുപത്രിയിലായാൽ 3000 രൂപ മാക്സിമം പോയാൽ അവിടെ കൊണ്ടു കൊടുക്കും. റീഇംബേഴ്സ്മെന്റ് ബില്ലെന്നുള്ള പ്രഹസനം ഒരു ജീവനക്കാരന് പോലും കിട്ടാതിരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റീഇംബേഴ്സ്മെന്റ് ബില്ലിന്റെ നിയമനങ്ങൾ. അപ്പോൾ ഈ മഴക്കാലമാണ്, വളരെയധികം ശ്രദ്ധിക്കണം, കരുതൽ വേണമെന്നൊക്കെ പറയാം. ഈ വെട്ടുകല്ലിന്റെ മണ്ണ് പോലെയുള്ള പ്രത്യേകതരം ചെളി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഭൂപ്രകൃതിയിലെ മണ്ണ് അവിടെ ടയർ മാറുക എന്നുള്ളത് ഏറ്റവും വിഷമം പിടിച്ച ഒരു ജോലിയാണ്. അവിടെ ടയർ മാറുന്നു. ഈ ടയർ നിറയ്ക്കുന്നിടത്ത് ഈ തെന്നലും വഴുക്കലും, ഇതിപ്പം അവിടെ വാർത്തയിൽ തന്നെ പത്രക്കാരെഴുതിയിരിക്കുന്ന വാർത്തയിൽ തന്നെ പറയുന്നു, ഓയിലും വെള്ളവും ചേർന്ന ഒരു മിശ്രിതം അവിടെ രൂപപ്പെട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ആ മുകളിൽ നിന്നുള്ള ശൗചാലയത്തിലെ മാലിന്യവും. ഇപ്പൊ കോട്ടയം ഡിപ്പോയിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് ഒരു വിഷയം ഉണ്ടാകുന്നു. അവിടുത്തെ ശൗചാലയത്തിൽ ഒരു യാത്രക്കാരൻ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ വെള്ളം കാലങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ, കലക്കവെള്ളമാണ്. ഈ കലക്കവെള്ളത്തിലാണ് അവൻ കൃത്യം നിർവഹിച്ച ശേഷം ശുചിയാക്കേണ്ടത്. അങ്ങനെ
യാതൊരു വൃത്തിയുമില്ലാതെ നരകതുല്യമായ ജീവിതം അവിടുത്തെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ഡിപ്പോയിൽ ഇപ്പൊ ഈ തെന്നി വീണത് മാത്രമല്ല, ഒന്നല്ല, ഒരുപാട് ജീവനക്കാർ അവിടെ തെന്നി വീഴുകയും അപകടം പറ്റുകയും ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളോ അവിടെ ഡിപ്പോയുടെ പ്രവർത്തനത്തിന്, ഇപ്പം ഈ ഇലക്ട്രിക്കൽ സ്റ്റോറൂമിലെ വെൽഡിംഗ് മെഷീനിലൊക്കെ വെള്ളം കയറിയാൽ എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. അപ്പൊ ഈ നഷ്ടങ്ങൾ ആരാണ് വരുത്തുന്നത്? എങ്ങനെയാണ് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ KSRTC പ്രവർത്തനം നടത്തുന്നത്? എവിടെയെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടെ ഇത്ര കോടി കൊടുത്തു, ഇവിടെ ഇത്ര കോടി കൊടുത്തു, ഇന്നത് ചെയ്തു എന്ന് പുറം മിനുക്കി ആ പുറംമോടിയിൽ ഉള്ള തള്ളുകൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെക്കാനിക്കൽ ജീവനക്കാരോടുള്ള ഈ പറയുന്ന അവഗണന ഇത് വളരെയധികം ശോചനീയാവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ കാര്യം എന്താണ്? പ്രതികരണ ശേഷി ആയുടെ പല്ല് ആദ്യം തന്നെ തല്ലിക്കൊഴിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ കൊള്ളരുതാത്തവരാക്കി മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ ചട്ടകമായി മുദ്രാവാക്യം വിളിക്കുവാനും ഡിപ്പോകളിൽ പോസ്റ്റർ ഒട്ടിക്കുവാനും വേണ്ടി മാത്രമുള്ള ഒരു വിഭാഗമായി മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെ മാറ്റിക്കൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ നിലനിന്നിരുന്നതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കോട്ടയത്തെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ഡിപ്പോകളിലും ഇതിന്റെ സ്ഥിതി വിഭിന്നമല്ല. എറണാകുളത്തെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഏതായാലും കോട്ടയം ഡിപ്പോയിൽ വളരെയധികം അപകടാവസ്ഥയിലാണ് അധികൃതർ. എത്രയും വേഗം മന്ത്രി എപ്പോഴും നിരന്തരമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് പറയാത്തത്? ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നതോടൊപ്പം ആരാണ് ഈ നിർമ്മാണത്തിന് ഇത്തരത്തിൽ ഉള്ള നിർമ്മാണം നടത്തി വെച്ചത്, അവരിൽ നിന്നും അതിന് നഷ്ടപരിഹാരം സ്വീകരിക്കുവാനുള്ള നടപടികളും കൂടി സ്വീകരിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. നന്ദി. Thank you.